വളരെ വിപ്ലവ കല്യാണമൊക്കെ നടത്തി നമ്മൾ നാടകത്തിലേക്ക് പോകുന്നു. എത്രാമത്തെ വയസ്സിൽ അഭിനയിച്ചു തുടങ്ങി? ഞാൻ സ്കൂളിൽ 11ാമത്തെ വയസ്സിൽ തന്നെ പുറത്തൊരു 2 നാടകം ചെയ്ത്. സ്കൂൾ കുട്ടിയായിരിക്കുമ്പോഴേ നാടകത്തിൽ പോകാൻ പറ്റും. അതെങ്ങനെയാ, പള്ളിക്കൂടത്തിന് അനുവാദം കിട്ടുമോ? അല്ല, അത് അപ്പച്ചനോട് അനുവാദം ചോദിച്ചവര്. അപ്പച്ചൻ നാടകത്തിലുള്ള താല്പര്യം? അപ്പച്ചന് നാടകവും പാട്ടും എല്ലാമായിട്ട് നല്ല ഇഷ്ടമുള്ള ആളായിരുന്നു. എന്നാലും മകള് പോകുന്ന താല്പര്യമായിരുന്നു. അല്ല, ഇത് ഇത്ര ചെറുപ്പത്തില് ഇതിനൊക്കെ നടന്നാലും ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ നിർത്തി. പക്ഷെ സ്കൂളുകളിൽ എല്ലാ നാടകങ്ങളിലും ഞാൻ ചേരും. അങ്ങനെയായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിലേക്ക് ആയ സമയത്താണ് പുറത്തുനിന്നുള്ള ആളുകൾ വരാൻ തുടങ്ങി വിളിക്കാൻ. അല്ല, അപ്പൊ ഈ വീട്ടിലെ ദാരിദ്ര്യം ഇതിനൊരു ഒരു ഒരു പ്രേരണയായോ നാടകത്തിൽ അഭിനയിക്കാൻ? നല്ല ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പച്ചനക്ക് ഈ മത്സ്യത്തൊഴിലാളിയല്ലേ. 6 മാസം പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം പണി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജീവിച്ചു പോകാം. ഈ 6 മാസം ജീവിച്ചു കഷ്ടപ്പെടാം. ഭക്ഷണം കാണുമോ വീട്ടില്? ഭക്ഷണം 2 ദിവസമൊക്കെ കഞ്ഞി വെക്കണത്. അപ്പൊ അതൊക്കെ 2 ദിവസം കഞ്ഞി വെക്കണത്. പക്ഷെ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. പക്ഷെ അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം കൂടുതലാണ്. അപ്പച്ചൻ എന്നോട് ഒരു ദിവസം ഇങ്ങനെ ചോദിച്ച്, നമ്മൾ എന്ത് ചെയ്യും മോളെന്ന് ചോദിച്ചു. അപ്പൊ അത് അപ്പൊ ഞാൻ ആലോചിച്ച്, ശരിയാണല്ലോ, അപ്പച്ചൻ എന്നോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, ഞാനല്ലേ മൂത്തത്. അങ്ങനെ ഒരു മനസ്സിലൊരു വിഷമം തോന്നി. അപ്പൊ ഞാൻ ഓർത്തു, ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അപ്പൊ എനിക്കറിയാവുന്ന ഒരു തൊഴിൽ നാടകമാണ്. അപ്പൊ അന്നൊക്കെ നാടകം ഇഷ്ടം പോലെ ഉണ്ട്, എല്ലായിടത്തും നാടകവും. അപ്പൊ ഞാൻ ഓർത്ത് നാടകത്തിന് പോവാന്ന്. പക്ഷെ അപ്പച്ചനോട് ചോദിച്ചിട്ട് അപ്പച്ചൻ സമ്മതിക്കണില്ല. സ്ത്രീകൾ നാടകത്തിലൊക്കെ പോകുന്നത് അന്ന് എനിക്കൊന്ന് ഈ പെൺവേഷം ആണുങ്ങൾ കിട്ടുന്ന കാലമാണോ? ആണുങ്ങൾ കിട്ടുന്ന കാലമുണ്ട്, പെണ്ണുങ്ങൾ കുറെ പേരൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ പറവൂര് ഒരു കമല ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയൊക്കെയാണ് എന്നെ എന്നെ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ അപ്പച്ചനോട് സംസാരിക്കാനും ഒക്കെ വന്നത്. പക്ഷെ അപ്പച്ചൻ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ അമ്മായിമാരോട്, അപ്പച്ചന്റെ പെങ്ങന്മാരോട് പറഞ്ഞ്, എനിക്ക് നാടകത്തിന് വേണം അമ്മായി, ഒന്ന് വന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനോട് പറഞ്ഞ്, എടോ അവളുടെ ജീവിതം ചിലപ്പോൾ അതായിരിക്കും, താനങ്ങോട്ട് വിട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനെ അവര് പ്രേരിപ്പിച്ച് പിന്നെ അങ്ങനെ സമ്മതിച്ച് അങ്ങനെ പോയി. തന്നിലൊരു നടി ഒളിഞ്ഞു കിടക്കുന്നു എന്ന് എപ്പോഴാണ് മനസ്സിലായത്? അത് ഞാൻ ചെറുതായിരുന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഞാനൊരു ചെറിയ പേപ്പർ കിട്ടിയാലും അതിൽ 2 ആർട്ടിസ്റ്റുകളെ മനസ്സിൽ കണ്ടിട്ട് 2 പേരുടെയും പറഞ്ഞു നോക്കണ പരിപാടി ഉണ്ടായി. നാടകം സിനിമ കണ്ടുവന്നാലും അങ്ങനെ പ്രേംസിംഗ് ഷീലൊക്കെയുള്ള സിനിമ കണ്ടുവന്നാലും പറയണതും നമ്മൾ പറയണത് ഇഷ്ടംപോലെ. എന്ന് പറഞ്ഞാൽ അന്ന് വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ സിനിമ കാണലെന്ന് പറഞ്ഞാൽ അയൽവാസികൾ എല്ലാരും കൂടി സെക്കൻഡ് ഷോക്ക് വെക്കാം. പക്ഷേ താങ്കൾ ഈ നസീറും ഷീലയും, നസീറും ജയഭാരതിയും, നസീറും ശാരദയൊക്കെ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഈ റൊമാൻറ്റിക് നാടകങ്ങളല്ലല്ലോ അഭിനയിച്ചൊക്കെ, വേഷങ്ങളൊന്നും ആയിരുന്നില്ല. അമ്മ വേഷത്തിലേക്ക് മാറി. അത് ചേച്ചിയൊക്കെ ചെയ്യുന്ന വേഷത്തിലേക്ക് മാറി. അതെന്താന്നറിയാ, നമുക്ക് ഏതായാലും നായിക വേഷം കിട്ടില്ല. ഇപ്പൊ നായിക വേഷം ചെയ്യുമ്പോ ഈ ലവ് സീനൊക്കെ അഭിനയിക്കണമല്ലോ, എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റാറില്ല, താല്പര്യമില്ല. അപ്പൊ ഞാൻ ഓർക്കെ ഇതിനേലും നല്ലത് മറ്റേ വയസ്സൻ റോളാണ്. അതൊന്നുമില്ല, വത്സൻ ചേട്ടൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിത് അഭിനയിച്ചോളാം. അപ്പൊ അങ്ങനെ ഒരു മനസ്സിലൊരു സാധനം വന്നു. പിന്നെ നാടകമേ ഉലകം എന്ന് മനസ്സിലായത്. നാടകമേ ഉലകം നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ എങ്ങനെയെങ്കിലും നാടകത്തിന് പോകണം, അത് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഒരു പൗളി വത്സൻ എന്ന് പറയുന്ന ഒരു നാടക ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നു, ഒരു പിറവി എടുത്തിരിക്കുന്നു എന്ന് നാടക ലോകത്തിന് തോന്നിയ നാടകത്തിൽ നിന്നാണ്. ഞാൻ ഈ അമച്ചൂർ നാടകങ്ങൾ കളിക്കുമ്പോഴും എനിക്ക് ചില പ്രത്യേക വേഷങ്ങൾ ചെയ്യാനായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ നന്നായിട്ട് കോമഡി ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാരും അറിയപ്പെട്ടത്. കോമഡി അന്ന് ഒരു പ്രധാന ഇതാണ്. ആണിലും ഒരാളുണ്ടാവും, പെണ്ണിലും ഒരാൾ കോമഡി ഉണ്ടാവും നാടകങ്ങളിൽ ചെയ്യുമ്പോ. അപ്പൊ അങ്ങനെ കോമഡി ചെയ്താണ് ഞാൻ പെട്ടെന്ന് ഷൈൻ ചെയ്തത്. പിന്നെ ആനച്ചന്റെ അവിടെ ചെന്നതിന് ശേഷം പിന്നെ നല്ല നല്ല നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആനച്ചന്റെ ശിക്ഷണത്തിലായപ്പോ എല്ലാവരും ബിജാനന്റെ അടുത്ത പൗളി എന്നാണ് എന്നെ പറഞ്ഞിട്ട് വെച്ചത്. അതെ, അത്രയും നല്ല നാടകങ്ങൾ ചെയ്യാൻ പറ്റിയ അടിയന്തരാവസ്ഥ കാലത്ത് കാളരാത്രി നാടകമൊക്കെ ആൻഷന്റെ ആദ്യ നാടകം ഏതായിരുന്നു താങ്കൾ ആ സമിതി ചേർന്നപ്പോ? ഞാൻ ചെല്ലണ സമയത്ത് വേറെ നാടകങ്ങൾ അവർക്ക് PJ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. പിന്നെ അവിടെ രശ്മി എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബ്ബിലാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോണത്. ആൻസറിന്റെ അവിടെ പോണെങ്കിൽ ഡയലോഗ് എല്ലാം പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ അവര് എന്നെ ഡയലോഗ് എല്ലാം പഠിപ്പിച്ച് ഒരു വീട്ടിൽ റിഹേഴ്സലിട്ട് എല്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഫണ്ടമെന്റൽ എന്ന നാടകത്തിനാണ് ഞാൻ ആൻസറിന്റെ അവിടെ ആദ്യമായിട്ട് ചെല്ലണത്. സംവിധാനം ഒന്നും ചെയ്യേണ്ടി വന്നില്ല, പറഞ്ഞതുപോലെ തത്തപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റിച്ചില്ലല്ല എന്നുള്ള ഒരു സന്തോഷമായിരുന്നു പുള്ളിക്ക്. അത് ചെല്ലണമെന്ന് പറഞ്ഞാൽ തലേ ദിവസം ഒരു നാടക നടിയെ അവിടെ വെയിൽ വിളിച്ചു പോയി. ഇവിടുത്തെ ഇത് ട്രീറ്റ്മെന്റിന്റെ ഭയം കൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് അവിടെ, ഭയങ്കര കർക്കശക്കാരനാണ്. അപ്പൊ ഡയലോഗ് ഒന്നും തെറ്റാൻ സമ്മതിക്കില്ല, പ്രോമിറ്റ് അത് ഞാൻ ചെയ്തു കൊടുക്കൂല, അക്ഷരങ്ങൾ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അതൊക്കെ നിർബന്ധമുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് മേടിച്ചിട്ട് പിറ്റേ തലേ ദിവസം
സ്ഥലം വിട്ട്. സ്ഥലം വിട്ട് അതിന് പകരമാണ് ഞാൻ ചെല്ലണത്. ആ ചെല്ലല് 5 വർഷം നമ്മൾ ഡയലോഗ് കൃത്യം അടിച്ചു കൃത്യമായി ഇവര് പഠിപ്പിച്ചിട്ടല്ലേ കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട് ചെയ്തോന്ന് പറഞ്ഞു. നമുക്ക് എന്തുവാ ഇത് കണ്ട പി ആന്റണി പറഞ്ഞത്? അദ്ദേഹത്തിൽ നിന്ന് 2 വാക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ എന്നോട് പറഞ്ഞത്. ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു അവിടെ. ലാസ്റ്റത്തെ നാടകം ബിജാനിയുടെ ഒപ്പം തന്നെ കളിച്ചായിരുന്നു. പാപികൾ എന്ന് പറഞ്ഞൊരു നാടകം. പാപികൾ. ആ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുകുമാരൻ അവിടെ വന്നിട്ട് ആശാൻ മദ്രാസിലേക്ക് വരണമെന്ന് പറഞ്ഞ് കൊണ്ടുപോണത്, നമ്മുടെ സുകുമാരൻ. അപ്പൊ അന്ന് അങ്ങനെ ഒരു സിനിമാ നടനെ കാണുന്നതാണ്. അപ്പൊ ആ സമയത്ത് ആദ്യമായിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ അവിടെ വെച്ച് മരിച്ച്. എനിക്ക് നിർമ്മാല്യത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാണോ അതോ? അല്ല, നിർമ്മാല്യം ഞാൻ ചെല്ലുമ്പോൾ നിർമ്മാല്യത്തിന് അവാർഡ് കിട്ടി, ഭരത് അവാർഡ് കിട്ടിയേക്കണം. ആ സമയത്ത് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ് ആ സമയത്താണ് ചെല്ലണത്. പിന്നെ പ്രിയമുള്ള സോഫിയ എന്ന് പറഞ്ഞിരുന്ന സിനിമ വന്ന അതിന്റെ ഇടയ്ക്ക് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ആൻചേട്ടൻ നല്ല രസമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ആദ്യം പറഞ്ഞത് ഇന്നലെ ഞാനൊരു സിനിമ കണ്ടായിരുന്നു ആൻചേട്ടൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതി വെക്കാനുള്ള കാര്യം തന്നെ ആദ്യം എഴുതിയ ആളാ. അതെ, എല്ലാ ഒരു പരാജയപ്പെട്ട ആരാലും അംഗീകരിക്കപ്പെടാത്ത അനാഥനായ ഒരാൾ ഈ കല്ലറയിൽ ഉണ്ട് എന്ന് എഴുതി വെച്ച ആളാണല്ലോ. അപ്പൊ ബി ജെ ആന്റണി ഒരു കർക്കശക്കാരനായ നാടക പ്രവർത്തകനായിരുന്നു. ആദ്യം മുതൽ അന്തം വരെ നാടകമായിരുന്നു അല്ലേ? ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ